ഞാൻ കൃഷ്ണകുമാർ. ഞാൻ ഹമാര ചേസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഓണറാണ്. എൻ്റെ സ്വപ്ന ഭവനം നിർമ്മിച്ചത് DR ടെക് ആണ് കൺസ്ട്രക്ഷൻ അല്ലേ എല്ലാം ചെയ്തു തന്നത്. ഒത്തിരി നാളായിട്ട് വീട് വെക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയപ്പോൾ ആണ് ഞാൻ DR ടെക്കിനെ ഫസ്റ്റ് കാണുന്നത്. നമ്മുടെ സ്വപ്ന ഭവനം എങ്ങനെയായി തീരണമെന്ന് DR ടെക്കിൻ്റെ ഓണർ കൃഷ്ണദാസ് സാറുമായിട്ട് ഞാൻ ഒരുപാട് നാൾ സംസാരിക്കുമായിരുന്നു. നമ്മുടെ രീതിക്ക് തന്നെ അവരൊക്കെ അത് കറക്റ്റ് ചെയ്തു. നമ്മുടെ മനസ്സിലുള്ളത് വരാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോഴും അത് മാറ്റി നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് അത് ചെയ്തു തന്നു. സെറ്റാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിച്ചൊരു സ്വപ്ന ഭവനം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഹായ്, ഞാൻ കൃഷ്ണകുമാർ. ഇത് എൻ്റെ വൈഫ് രശ്മി, മകൻ അയ്യാൻ കൃഷ്ണ. ഞാൻ ഹമാര ചേസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഓണറാണ്. നമുക്ക് ട്രിവാൻഡ്രത്തും അടൂരും കൊല്ലം കളിയിക്കവിള ആറ്റിങ്ങൽ തൃശ്ശൂരൊക്കെ നമുക്ക് ബ്രാഞ്ചുണ്ട്, ജുവലേഴ്സ് ഉണ്ട്. എറണാകുളത്ത് റീസെൻ്റായിട്ട് ഓപ്പൺ ആവാൻ പോകുന്നുണ്ട് അല്ലേ രശ്മി? അടുത്ത ജൂൺ മാസത്തിൽ നമ്മൾ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വപ്ന ഭവനം നിർമ്മിച്ചത് DR ടെക് ആണ് കൺസ്ട്രക്ഷൻ അല്ലേ എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ അതിനെപ്പറ്റി രശ്മി ഒന്ന് പറയും. രശ്മിയാണ് എനിക്ക് DR ടെക്കിനെ പരിചയപ്പെടുത്തിയത് അല്ലേ രശ്മി? അതെ. ഓക്കെ. ഒത്തിരി നാളായിട്ട് വീട് വെക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട് വയ്ക്കാമെന്ന് നമ്മൾ കൺഫേം ചെയ്ത സമയത്ത് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയപ്പോൾ ആണ് ഞാൻ DR ടെക്കിനെ ഫസ്റ്റ് കാണുന്നത്. അങ്ങനെ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ഒക്കെ നടത്തിയാണ് നമ്മൾ DR ടെക്കിൽ കാണാൻ അവരെ മീറ്റ് ചെയ്യാനായിട്ട് പോയത്. മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ നമ്മൾ എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മുടെ മനസ്സിലുള്ള എൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ രീതിക്കുള്ളൊരു വീടാണെങ്കിൽ അതിൽ എല്ലാ റിക്വയർമെൻറ്റ്സും എനിക്ക് വേണ്ട എല്ലാം വേണമെന്നുള്ള രീതിക്കൊക്കെ ഞാൻ സംസാരിച്ച് ആർക്കിടെക്റ്റുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അടുക്കള എങ്ങനെ വേണമെന്നുള്ള രശ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഡ്റൂം എങ്ങനെ വേണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വലിപ്പങ്ങളും കാര്യങ്ങളും എല്ലാം അവരുമായിട്ട് ചർച്ച ചെയ്ത് പിന്നെ വാക്കിംഗ് വാർഡ്രോബ് എന്ന് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. കാര്യം നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ലല്ലോ. അതുകൊണ്ട് രശ്മിക്ക് ഇതെല്ലാം അറിയാം. വീഡിയോസ് കണ്ട് രശ്മിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങളിലെല്ലാം പറഞ്ഞപ്പോൾ 100% നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലേ നമ്മുടെ സ്വപ്ന ഭവനം എങ്ങനെയായി തീരണമെന്ന് DR ടെക്കിൻ്റെ ഓണർ കൃഷ്ണദാസ് സാറുമായിട്ട് ഞാൻ ഒരുപാട് നാൾ സംസാരിക്കുമായിരുന്നു. നമ്മുടെ രീതിക്ക് തന്നെ അവരൊക്കെ അത് കറക്റ്റ് ചെയ്തു. നമ്മുടെ മനസ്സിലുള്ളത് വരാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോഴും അത് മാറ്റി നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് അത് ചെയ്തു തന്നു. പല ഭാഗങ്ങളും കാരണം വെച്ചാൽ നമ്മൾ സ്ഥലത്തുണ്ടാവില്ല. നമ്മൾ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തായിരിക്കുമ്പോഴും ഇവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരികയും അല്ലേ എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നുള്ള കേസും ഒക്കെ അല്ലേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹാളിൻ്റെ പാർട്ടീഷൻ ആയിരുന്നാലും ഒക്കെ അവർ നമ്മളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. DR ടെക് വളരെയധികം ഹെൽപ്പ് ചെയ്തു. എല്ലാത്തിലും ഒരു A to Z കാര്യങ്ങൾ. വലിയ ഹാളായിരിക്കണം, പക്ഷെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു തന്നു. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വീട് എങ്ങനെയാണോ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അയ്യാൻ കൃഷ്ണനും ഒരു സജഷൻ ഉണ്ടായിരുന്നു, അവൻ്റെ റൂമും അല്ലേ സെറ്റ് ആയിരിക്കണം എന്നുള്ളത്. എൻ്റെ റൂമും സ്റ്റഡി റൂമും അടിപൊളിയായിരുന്നു. പിന്നെ പ്ലാനിങ് സമയത്ത് കൂടുതലും രശ്മിയാണ് പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ അല്ലേ ഇതിൻ്റെ എല്ലാം പോയിരുന്നത്. അപ്പോൾ ആ ടീം വളരെ നല്ല സഹകരണമായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ പ്ലാൻ ഒരെണ്ണം വരയ്ക്കും, രണ്ടാമത് വീണ്ടും മാറ്റി വരയ്ക്കും അല്ലേ. പ്ലാൻ കണ്ടുകൊണ്ട് മനസ്സിലാവില്ലല്ലോ. പിന്നെ അവർ ഡിജിറ്റലായിട്ട് ഇതെല്ലാം കാണിച്ചു തന്നു. എങ്ങനെയാണ് 3D ഒക്കെ കാണിച്ചു തന്നു. 3D കാണിച്ചു തന്നപ്പോഴും ഒരു സമയത്തുള്ള പ്ലാൻ അല്ല രശ്മിക്ക് വേറെ സമയത്ത് പ്ലാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 4 പ്രാവശ്യം 3D ഒക്കെ മാറ്റി വരച്ച് അല്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി അവർ തരാനായിട്ട് നല്ലൊരു കോപ്പറേഷൻ ആയിരുന്നു. എല്ലാവരും കോപ്പറേറ്റീവായിട്ട് തന്നെ അവരുടെ ടീം തന്നെ ഉണ്ടായിരുന്നു. അവർ ഹെൽപ്പ് ചെയ്തു തന്നു. ആ ഹെൽപ്പ് തന്നെയാണ് നമ്മുടെ അവസാനം ഒരു ഭവനത്തിലോട്ട് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നത്. വളരെ നല്ല എക്സിബിഷനാണ് അവരുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മെർലിന്, ജിഷ്ണു അല്ല പിന്നെ നമ്മൾ പ്ലാൻ വരച്ച് ആരൊക്കെയാണ് രശ്മി? ഗൗതം പിന്നെ ആരാണ്? വിപിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു അവർക്ക്. എൻ്റെ ടീം വളരെ നല്ലോണം തന്നെ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ രശ്മി? കാര്യം അവരെല്ലാവരും വന്ന് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നമ്മൾക്ക് ഒരു ഫീൽഡ് അറിഞ്ഞുകൂടെങ്കിൽ വേറൊരാൾ പറഞ്ഞു തരുന്നതാണ് നമ്മളുടെ വാക്യം എന്ന് പറയുന്നത്. അത് 100% നിറവേറ്റാനായിട്ട് DR ടെക്കിന് കഴിഞ്ഞു. അതിന് ഒത്തിരി തവണ മാറ്റണം, കുറേ പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ വരും. എല്ലാത്തിനകത്തും മാറ്റങ്ങൾ ചെയ്താലേ പരിപൂർണ്ണമാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരൊരുപാട് എഫർട്ട് എടുക്കുകയും നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ആ കോർഡിനേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത്, വീട് അടിപൊളിയാക്കാൻ സാധിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ റൂമിൽ എൻ്റെ ബെഡ്റൂം തന്നെയാണ്. എൻ്റെ കളർ തീമും കാര്യങ്ങളും അതുപോലെ തന്നെ റൂമും അല്ലേ എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്രയും വിപുലമായൊരു റൂമിലാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ആ ഒരു സ്റ്റൈലിൽ തന്നെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെയാണ് എല്ലാ സ്ഥലവും സെറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എങ്കിലും എസ്പെഷ്യലി എൻ്റെ വാക്കിംഗ് വാർഡ്രോബ്, ബെഡ്റൂം ഇഷ്ടമാണ്, മോൻ്റെ ബെഡ്റൂം ഇഷ്ടമാണ്.
പിന്നെ നമ്മൾ കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ കിച്ചൺ, അങ്ങനെ അമ്മയമ്മേരെ ബെഡ്റൂം ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഈ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ചെയ്ത് രശ്മിയാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്ലാൻ മീൻസ് ഇത് എങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ ഡിസൈന് ഈ പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ ലുക്ക് വേണം, അതുപോലെ തന്നെ ഒരു കണ്ടംപററി ആയിരിക്കണം എന്നൊക്കെ രശ്മി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും കറക്റ്റ് അങ്ങനെ ഒരു നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമുക്കത് കിട്ടി. അത് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, ആർക്കിടെക്റ്റുമായിട്ടൊക്കെ ഉള്ളൊരു ചർച്ചകളിലൊക്കെയാണ് അത് കറക്റ്റായിട്ട് വന്നത്. സെറ്റാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിച്ചൊരു സ്വപ്ന ഭവനം തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വീട്ടിൽ ഹാള് കഴിഞ്ഞ് വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഹാള് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധൻ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഗ്ലാസ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അല്ലേ, മിറർ. ആ മിററിൽ നോക്കുമ്പോൾ ഞാനും രശ്മിയും കുഞ്ഞും ഇരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ കാണാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് രശ്മിയാണ്. അത് ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നാണ് ഇതിനെ പറ്റിയിട്ട് അറിയുന്നത്. ബിസിനസ്സിൻ്റെ ഓട്ടോ ഒക്കെ ആയിരിക്കുമ്പോൾ രശ്മി തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങളും വീട്ടിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നല്ലൊരു സെറ്റിങ്സ് ആണ് ഉണ്ടായത്. അത് കാണുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഭംഗിയുണ്ട്. കാരണം വെച്ചാൽ വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ഡോറ് നോക്കി കയറി വരുമ്പോൾ തന്നെ ഈ പാല് കാച്ചിയ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല സെറ്റായിട്ടുണ്ട്, കേക്ക് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നിൽ രശ്മിയുടെ ഒരു മികവ് ഉണ്ട്. അത് രശ്മിക്ക് ഒരു നന്ദി. നമ്മളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും DR ടെക്കിനെ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ. കാര്യം വെച്ചാൽ വളരെ സിമ്പിളാണ് അവർ എന്ന് കരുതിയിട്ട് വളരെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വത്തോടി നമുക്ക് ചെയ്തു തരും. ക്രിസ്തുദാസ് എന്ന് പറയുമ്പോൾ അത് DR ടെക്കിൻ്റെ ഓണറാണ്. ഞാൻ 100% പുള്ളിക്കാരനെ സജസ്റ്റ് ചെയ്യുന്നു. കാരണം എല്ലാം നോക്കി നടത്തിയ ഒരു കാരണവരെ പോലെയാണ് നമ്മൾ ക്രിസ്തുദാസ് സാറ്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്ലാൻ ചെയ്യുന്നവർക്കും എല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. ഹൈലി റെക്കമെൻഡഡ് DR ടെക്. ഞാൻ കൂടുതലും ക്രിസ്തുദാസ് സാറ് DR ടെക്കിൻ്റെ ഓണറായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ ഇതൊരു പാഷനാണ്. പുള്ളിക്കാരൻ്റെ ഗവൺമെൻറ് ജോലിയൊക്കെ വിട്ടിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നത്. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടവും കുറച്ചും കൂടി പുള്ളിക്കാരന് ചെയ്യാനായിട്ട് താല്പര്യവും ഒക്കെ ഈ ഒരു കൺസ്ട്രക്ഷൻ ലെവലിൽ പുള്ളിക്കാരൻ കുറച്ച് മികവ് പുലർത്തിയിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്, നല്ല രീതിക്ക് തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻറ്റ് തന്നെയാണ് DR ടെക്കിനെ ഞാനും പ്രിഫർ ചെയ്യാനായിട്ടുള്ള കാരണം പുള്ളിക്കാരൻ അത്രയും പാഷനാണ് ഈ ഒരു മേഖലകളിൽ. അതുകൊണ്ട് ഞാനും ഹൈലി റെക്കമെൻഡഡ് DR ടെക് അല്ലേ. DR Tech Homes Private Limited, an archway to future.